ആ സന്തോഷം അനുഭവിക്കുന്ന ബന്ധങ്ങൾ എന്താവും സുഗതമാവും. ബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രിയപ്പെട്ട ഭാര്യയോട് പറയണം, മോളെ നീ ഇന്ന ആളുടെ മകളായിരിക്കും, പക്ഷേ എനിക്ക് അള്ളാഹു തന്ന പെണ്ണാണ് നീ. അതുകൊണ്ട് നിന്നെ സ്നേഹിക്കേണ്ടത് എൻ്റെ പരലോകം നന്നാവേണ്ടതിന്റെ ഭാഗമാണ്. ശ്രദ്ധിക്കണേ, ബന്ധം അങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ പരലോകം നന്നാവേണ്ട ഭാഗമാണ് ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടത്. മോളെ നിന്റെ ഭർത്താവ് എന്നുള്ളത് എൻ്റെ പരലോകം നന്നാവുന്നത് നിന്റെ പരലോകം നന്നാവാൻ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോടുള്ള ബന്ധത്തെയും ഭാര്യയോടും എന്താ പറയുക സഹപ്രവർത്തകരുടെ ബന്ധത്തെയും ഒക്കെ തന്നെ ആ ഒരു രീതിയിൽ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം. ശരിയാണ് ഞാൻ പറയുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് അറിയാമോ? ഇതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞ സാധനം. എന്താ വാക്ക്? ഫോർഗിവ്നെസ്. എന്താ ഫോർഗിവ്നെസ് പറഞ്ഞാല്? പുറത്തു കൊടുക്കണം. നിങ്ങൾ പുറത്തു കൊടുക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഞ്ചിരി പോലെ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടിട്ടില്ല എന്നെ വിളിച്ചോ. നിങ്ങൾ പുറത്തു കൊടുക്കുന്നു, നിഷ്കരണം പുറത്തു കൊടുക്കുന്നല്ല പറയുക. എന്താ പറയുക? നിരുപാധികം പുറത്തു കൊടുക്കും. നിങ്ങളോട് തെറ്റ് ചെയ്തവരോട്, നിങ്ങളെ അവഗണിച്ചവരോട്, നിങ്ങളെ പരിഹരിച്ചവരോട് നിരുപാധികം പുറത്തു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അയാളോട് വീണ്ടും സൗഹൃദം സ്ഥാപിക്കുക, നന്മ സ്ഥാപിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ബാപ്പയുടെ അഞ്ചനുമായിട്ട്, ബാപ്പയുടെ പെങ്ങളുമായിട്ട്, അമ്മൂമ്മയുമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക നാത്തൂരുമായിട്ടൊക്കെ തന്നെ പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ മാതിരി എന്താ പറയുക മരണം വരുന്ന നേരത്തെ വിളിച്ചിട്ട് പറയണ്ട ഞാൻ എന്റെ നാത്തൂരെ പോയിട്ട് പൊരുത്തപ്പെടിക്കട്ടെ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവേണ്ട. അതിന്റെ മുമ്പ് ഞങ്ങൾ സോറി പറഞ്ഞേക്കുക. നിങ്ങളൊന്ന് സോറി പറഞ്ഞു ജീവിതത്തിൽ വല്ലാതെ ഐശ്വര്യം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സ് സങ്കുചിതമായി പോയിട്ടുണ്ടെങ്കിൽ, സന്തോഷമില്ലാതെ പോയിട്ട് അതിന്റെ കാരണം വെച്ചാൽ എവിടെയോ വീണ് കിടക്കുന്ന ചപ്പും ചവറും അതുപോലെ തന്നെ ഉച്ചിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും മനസ്സിൽ കിടന്ന് ദുർഗന്ധം നടത്തുന്നതാണ്. മനസ്സിൽ ദുർഗന്ധത്തെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല വഴി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കവിത ഞാൻ എല്ലാ പ്രസംഗങ്ങളിലും പറയാത്ത വഴിയാണ്. എന്താ മനസ്സ് നന്നാവാൻ എന്തോ നല്ലൂ. എന്താ വഴി? മനസ്സ് നന്നാവാൻ എന്തോ നല്ലൂ. നല്ലൊരു ചൂല് മനസ്സിൽ നല്ലൂ. എന്താ വേണ്ടത്? നല്ലൊരു ചൂല് മനസ്സിൽ നല്ലൂ. നല്ലൊരു ചൂലിട്ട് എപ്പോഴും അടിച്ചു വാരണം. ഞാൻ ടോയ്ലറ്റ് ക്ലീനിക്കിൽ പറഞ്ഞ പോലെ ചൂലിട്ട് അടിച്ചു വാരണം. നമുക്ക് അറിയാം പഠിച്ചോനെ ഇന്നെന്റെ വാക്കുകൾ എന്തേ കുഴപ്പമുണ്ട്. സോറി പറയണം, ക്ഷമിക്കാൻ പറയണം. അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നടത്തണം. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് ബന്ധിപ്പിക്കണം. നിങ്ങൾക്ക് മനസ്സ് ഭാരരഹിതമായി തീരണമെങ്കിൽ, കൂടുതൽ ആനന്ദദായകമായി തീരണമെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം, പൊറുക്കലിൽ തേടണം. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. നിങ്ങളുടെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രയാസ ജീവിതമായിട്ട് മാറില്ല. പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അർത്ഥം ഉനിമയുള്ള ഒരു എന്തായി മാറും? അതിധന്യമായ ജീവിതമായി മാറും. അങ്ങനെ പ്രവാസ ജീവിതത്തിൽ ചെയ്യേണ്ട ഉത്തമമായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതുകൂടി പറയുകയാണെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സമ്പത്ത് ആ അർത്ഥത്തിലും വ്യാപ്തിയിലും പരിപൂർണമായി നാട്ടിൽ ചെന്ന് ആസ്വദിക്കാമെന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നിർത്തിവെച്ചേക്കുക. കാരണം നിങ്ങളുടെ വയസ്സിൽ 10ഉം 60ഉം ഒക്കെ ആകുമ്പോൾ നാട്ടിലേക്ക് എത്തുക. 60 ശേഷമുള്ള പ്രായം അത്ര വലിയ സമഗ്രമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ജീവിക്കുമ്പോൾ ഇവിടെ തന്നെ ജീവിക്കണം. നല്ല ഫ്രൂട്ട്സ് കഴിക്കണം, നല്ല വെജിറ്റബിൾസ് കഴിക്കണം. വീട്ടിലേക്ക് എല്ലാം കെട്ടിക്കൊടുക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മര്യാദക്കായിട്ട് സംഭവിക്കുന്നറിയാമോ? നിങ്ങൾ സൃഷ്ടിച്ചു പോകും. നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് തന്നെ നിങ്ങൾ ജീവിതത്തിന്റെ ഭംഗിയിൽ നല്ല പഴവും കഴിച്ചിട്ട് പിന്നെ കുടുംബത്തിനെ വിസിറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പരമാവധി വിസിറ്റ് കൊണ്ടുവരണം. അല്ലാതെ എല്ലാം കഴിഞ്ഞ് വിസിറ്റ് നേരത്തെ കൊണ്ടുവരണം. ഭാര്യയോടൊക്കെ തന്നെ ഏറ്റവും പരമാവധി ഒരുമിച്ച് ജീവിക്കാനുള്ള പ്രാർത്ഥനയും വേണം. എന്നിട്ട് അവരെ കൊണ്ടുവരിക. മക്കളൊക്കെ ആ രീതിയിൽ ജീവിക്കണം. അതിനെന്ത് ചെയ്യണം? സംഘബോധം വേണം. ഈ സംഘബോധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ ജീവിതം പുതുസായി പോകുന്ന ചിന്ത വേണം. അതിനാണ് കൂട്ടായ്മകൾ. ഈ കൂട്ടായ്മകൾ വരുന്നത് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അന്യങ്ങളുടെ കാര്യം തോന്നും, കുറുക്കനെ തേടാൻ തോന്നും, ജീവിതത്തിൽ ഐശ്വര്യം വരും. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട പറയാൻ അവസാനിപ്പിക്കാൻ, നിങ്ങൾ ദയവ് ചെയ്ത് നിലപ്പനകളോടൊപ്പം നടക്കരുത്, നിങ്ങൾ കൊടപ്പനകളോടൊപ്പം നടക്കണം. ഞാൻ അവസാനിപ്പിക്കും. നിലപ്പനാന്ന് വെച്ചാൽ ഒരിക്കലും വളരാതെ കുടിലമായി നിൽക്കുന്ന ഒരുതരം പനയാണ് നിലപ്പന, അല്ലേ? അത് അവിടെ തന്നെ എത്ര കൊല്ലം കഴിഞ്ഞ് നടക്കത്തില്ല. കൊടപ്പനയോ ആളുകൾ കഴിയുന്തോറും വളർന്ന് വികസിച്ച് അതിന്റെ സൗന്ദര്യം ആകാശത്തിലേക്ക് പടർന്നു നിൽക്കുന്നതാണ് കൊടപ്പന. ദയവ് ചെയ്ത് നിലപ്പനകളോടൊപ്പം പോകാം, കൂടാതെ നിലപ്പനയാവും കൊടപ്പനയായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിലെ എല്ലാ നന്മകളും ഉൾക്കൊള്ളുമ്പോൾ അത്
ഉൾപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവർ പറയണം, യൂട്ടിലൈസ് ഉണ്ടാക്കണം. അതിലൊക്കെ തൃപ്തികൾ അള്ളാഹു ഈ കൂട്ടായ്മ കുടുംബവും ഐശ്വര്യ സമൃദ്ധമായ രീതിയിൽ ജീവിച്ച് പരസ്പരം കട്ടുപെട്ടു പോകും ലാവണ്യമായ അനുഭവിക്കുന്ന മനോഹരമായ ജീവിത കൂട്ടങ്ങളും അള്ളാഹു നമ്മെ വളർത്തിയ മാതാപിതാക്കൾ അവർ മരിച്ചുപോയവരുണ്ട്, അവരുടെ അള്ളാഹു വിശാലമാക്കി അവരുടെ സ്വർഗ്ഗത്തിൽ ഉന്തോപ്പാക്കി അവർക്ക് മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമുക്ക് വരാൻ പോകുന്ന സന്താന പരമ്പരകളിൽ നല്ല അറിവുള്ള പണ്ഡിതന്മാർ, മതസഹിഷ്ണുതയുള്ള, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, ദീനിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരെയും അന്വേഷികളെയും നല്ല ചിന്തകന്മാരെയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സന്തോഷത്തോടുകൂടി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തഖീകളായ അള്ളാഹു മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ